ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് പലർക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലമ്പിടുത്തം. നോർമലി വലിയ പ്രശ്നമൊന്നുമില്ല, ദൈനംദിന ജീവിതത്തിലും വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മലമ്പിടുത്തം വന്നത്? ഇത് ചെറുപ്പക്കാരുൾപ്പെടെ പലരെയും ഈ തണുപ്പ് സീസണിൽ അലട്ടാറുണ്ട്. എന്നാൽ പൊതുവെ ഇത്തിരി കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കോ പൈൽസ് ഉള്ളവർക്കോ മലം പോകുമ്പോൾ വളരെയധികം നീറ്റൽ ഫിഷർ രോഗം ഉള്ളവർക്കോ എല്ലാം തന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ രോഗം അങ്ങ് വല്ലാണ്ട് വർദ്ധിക്കുകയും ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ആ ഭാഗത്ത് നീറ്റലും രക്തം പോക്കും ഇങ്ങനെയെല്ലാം അനുഭവപ്പെട്ടെന്ന് വരാം. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മലമ്പിടുത്തം ഉണ്ടാകുന്നതെന്നും ഇത് പരിഹരിക്കാൻ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മാർഗ്ഗങ്ങളും പറഞ്ഞുതരാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മഴക്കാലത്ത് പെട്ടെന്നൊരു വ്യത്യാസം വരും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലമാകുമ്പോൾ നമ്മുടെ മെറ്റബോളിസം, ശരീരത്തിൻ്റെ അകത്തുള്ള ആ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിശപ്പ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അങ്ങ് വർദ്ധിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കാകുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും വിശക്കും, നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കും. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി അളവ് ഒരല്പം കൂടുകയും ചെയ്യും. ദിവസവും നമ്മൾ നോർമലി പോകുന്ന ആ ഒരു ഭക്ഷണക്രമത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം വരുമ്പോൾ ഇത് ദഹനക്കേടുണ്ടാക്കുകയും പെട്ടെന്ന് മലശോധനയുടെ പാറ്റേണിൽ വ്യത്യാസം വരുത്തുകയും പലപ്പോഴും കീഴ്വായു ശല്യം, ഇറിറ്റേഷൻ പൊതുവെ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. ഇതാണ് വളരെ കോമൺ ആയിട്ട് ഈ മഴക്കാലത്ത് പലരിലും സംഭവിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം കുടിയിൽ വരുന്ന ഗണ്യമായിട്ടുള്ള കുറവ്. സാധാരണ കടുത്ത ചൂട് സീസൺ ആകുമ്പോഴത്തേക്കും ഒരാൾ ഇപ്പം നമ്മൾ വേർക്കുന്നതൊക്കെ കൊണ്ട് 3 ലിറ്റർ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കും. എന്നാൽ പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് തണുപ്പായി മഴ തുടങ്ങിയ സമയത്ത് വെള്ളം കുടിയുടെ അളവ് ഈ 3ൽ നിന്നും പെട്ടെന്ന് 1 ലിറ്ററിലേക്ക് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. 3 ലിറ്റർ കുടിക്കേണ്ട അടുത്ത് 1 ലിറ്റർ വെള്ളമാകുമ്പോൾ ഇത് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനത്തെയും കുടലിൻ്റെ മൂവ്മെൻറ്റിലും വ്യത്യാസം ഉണ്ടാക്കും. ഇതും മലമ്പിടുത്തം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഇതുകൂടാതെ നമ്മൾക്ക് തണുപ്പ് സീസൺ ആകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചായ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഒന്ന് ശരീരം ചൂടാകുന്നതിന് വേണ്ടി എന്തെങ്കിലും നമ്മളിങ്ങനെ കോഫിനേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കും, അതോടൊപ്പം എന്തെങ്കിലും എണ്ണക്കടികളും കഴിക്കും. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഓയിലി ഫുഡ്സും കഫീനിൻ്റെയും പാലിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗവും പലപ്പോഴും ഈ തണുപ്പ് കാലത്ത് മലമ്പിടുത്തം ഉണ്ടാകുന്നതിന് കാരണമാകും. നാലാമത്തെ കാരണം മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മുടെ വ്യായാമം പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകുന്നു. ദിവസവും രാവിലെ എണീറ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകുന്നു, അതിനുശേഷം അത്യാവശ്യം നിങ്ങൾ നടക്കാനോ ഓടാനോ ജിമ്മിലോ അത്യാവശ്യം വ്യായാമം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പലരും ഒന്നുകൂടി ടോയ്ലറ്റിലേക്ക് പോകാറുണ്ട്. രാവിലത്തെ കാര്യം ഓക്കെയാണ്. എന്നാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ, നമുക്ക് വ്യായാമം ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വെച്ചാലും സാധിക്കത്തില്ല. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഞാൻ കുറഞ്ഞു പോകും. പകലാണെങ്കിലും മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ദിവസമുള്ള നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഏകദേശം 1/3 ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതും പെട്ടെന്ന് മലമ്പിടുത്തം ഉണ്ടാകും. ഇത് കാരണം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ നോർമലി പെൽവിസിൻ്റെയും അരക്കെട്ടിനകത്തുമുള്ള മസിലുകളുടെ ആക്ടിവിറ്റി കുറയുകയും മലമ്പിടുത്തത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ അല്പം കൂടുന്ന ഉപയോഗമാണ്. മഴക്കാലമാകുന്ന സമയത്ത് കുഴപ്പമില്ല, ദിവസം കഴിക്കുന്നതിനെക്കാട്ടിയും തണുപ്പൊക്കെ അല്ലേ, ഒരു 2 എണ്ണം അടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം. ഇതും പലപ്പോഴും ബവൽ മൂവ്മെൻറ്റിന് വ്യത്യാസം ഉണ്ടാക്കുകയും മലമ്പിടുത്തത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. തണുപ്പ് സീസണായി മലമ്പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇതെങ്ങനെ പരിഹരിക്കും? പലപ്പോഴും പൈൽസും ഫിഷറും ഒക്കെ ഉള്ളവർക്ക് തണുപ്പ് കാലമാകുമ്പോൾ ഇതെല്ലാം കൂടുന്നത് കൊണ്ട് പിന്നെ മരുന്നുകളും ബുദ്ധിമുട്ടും ഭക്ഷണക്രമത്തിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്നും എല്ലാം കൺഫ്യൂഷനാവും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മഴക്കാലമാകുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എണ്ണയുടെ അളവ് ഒരല്പം കുറയ്ക്കുക, പച്ചക്കറികളുടെ അളവ് ഒരല്പം കൂട്ടുക, സാലഡ്സ് പതിവായിട്ട് കൂടുതൽ കഴിക്കുക. നിങ്ങൾ വേനൽക്കാലത്ത് കഴിച്ചിരുന്ന പോലെ 3 ലിറ്റർ 3.5 ലിറ്റർ വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ മഴക്കാലത്ത് നിർബന്ധമായും കുടിച്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അതിന് പകരം 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് ബവൽ മൂവ്മെൻറ്റിൻ്റെ സ്പീഡൊന്ന് വർദ്ധിപ്പിക്കുകയും മലം കൂടുതലൊന്ന് സോഫ്റ്റ് ആകുകയും കൂടുതൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ മഴക്കാലം തണുപ്പ് കഴിയുന്നത് വരെ ദിവസവും രാവിലെ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, ബാക്കി ആക്ടിവിറ്റീസ് തുടങ്ങുക. നിങ്ങൾക്ക് മലബന്ധം മാറുന്നത് കാണാം. മാത്രമല്ല, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല, മഴയാണ്, ജിമ്മിലേക്ക് പോകാൻ പറ്റുന്നില്ല, വേണ്ട, വീട്ടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ. ഇപ്പോൾ വീട്ടിനകത്തുള്ള സ്റ്റെപ്പ് നിങ്ങൾ കയറി ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. വീട്ടിനകത്ത് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നോക്കുക. കുനിഞ്ഞ് നിവർന്ന് ചെയ്യുന്ന വ്യായാമങ്ങൾ, ജമ്പിങ് എക്സസൈസുകൾ, ഇങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റി വഴിക്ക് നമുക്ക് പെൽവിസിൻ്റെയും കുടലിൻ്റെയും മൂവ്മെൻറ്റ്
ഒന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതും മലമ്പിടുത്തം മാറുന്നതിന് സഹായിക്കും. ഇങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന വ്യായാമങ്ങളും ലൈഫ് സ്റ്റൈലിലെ മോഡിഫിക്കേഷനും കൂടെ വരുത്തുക, കോൺസ്റ്റിപ്പേഷൻ മാറും. മഴയാണ്, തണുപ്പാണ് എന്ന് കരുതിയിട്ട് മദ്യം കൂടുതൽ കഴിച്ചാൽ ഇത് ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം മഴക്കാലം, തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മലമ്പിടുത്തം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കിത് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.